ഒരു മനുഷ്യജീവനെയെങ്കിലും ദുരിതങ്ങളിൽ നിന്നും കരകയറ്റാൻ കഴിയുന്നവനാണ് സ്വർഗരാജ്യത്തിന് അവകാശിയാകുന്നത്. എന്നതാടോ മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത പോലെ കുറെ നേരം ആയല്ലോ എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങി. എന്നാ എനിക്കെന്താ നമുക്ക് പോയേക്കാം, വെള്ളമാ. കുറെ മാന്യന്മാർ തുടങ്ങി പോയാൻ പറയുന്നു. കാലി കയറ്റി ഇടയം പുഴയില്ലാത്തടുത്താണ് കാലി നീട്ടി വെച്ചു. മര്യാദയ്ക്ക് ജീവിക്കുന്ന പറയുമ്പോൾ ജീവിക്കാൻ സമ്മതിക്കുക. മാർക്ക് ഏതാ എന്നെ കൊല്ലാൻ വേണ്ടി വന്നു. മറിക്കണം രക്ഷിക്കണം സാർ, രക്ഷിക്കണം, രക്ഷിക്കണം സാർ.
എന്നെ ആരൊക്കെയോ കൊല്ലാൻ വേണ്ടി വരും സാർ. ആരുടെ കാര്യമോ താനീ പറയൂ? അത് കണ്ടോ? ആരാടോ തന്നെ കൊല്ലാൻ വരുന്നത്? എടോ, അത് വെറും മേസ്തിരി പണിക്കാരാ. തനിക്ക് വെറുതെ തോന്നുന്നു. അവരെന്നെ കൊല്ലാൻ വേണ്ടി വന്നാ സാറേ. അവര് കണ്ടോ വാളും വഴിയൊക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. അവരെന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാ. അവരെന്നെ കൊല്ലും സാറേ, അവരെന്നെ കൊല്ലും. താൻ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല സാറേ. സാറേ, അവരെന്നെ കൊല്ലാൻ വേണ്ടി തന്നെ വന്നാ. എനിക്കിപ്പം പോകാൻ പറ്റത്തില്ല സാറേ. സാറിനെ ഒന്ന് സഹായിക്കണം. എനിക്ക് ഇപ്പൊ പോകാൻ പറ്റത്തില്ല സാറേ. ഞാൻ നേരം വെളുത്തിട്ടേ പോകും. ഞാൻ എവിടെയെങ്കിലും ഇരുന്നോളാം. സാറിന് കൺമുമ്പിൽ തന്നെ ഇരുന്നോളാം. വെള്ളമടിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു ഹാലൂസിനേഷൻ, വിഭ്രാന്തി. അതൊന്നുമല്ല സാറേ, എനിക്ക് പേടിയാ സാറേ. പേടിക്കണ്ടോ? തനിക്ക് പേടിക്കാതെ വീട്ടിൽ പോകണമെങ്കിൽ ഞാൻ ഒരാളെ വിളിക്കാം. ആ സാറ് വന്ന് തന്നെ കൊണ്ടുപോയിക്കോളും. ആരാ സാറേ അത്? ആരാ അത്? ഹലോ ഹലോ, പ്രൊഫസർ സി മാമച്ചൻ. കൊല്ലം ജില്ലയിൽ കുണ്ടറയ്ക്കടുത്ത് നെടുമ്പന ഗ്രാമപഞ്ചായത്തിൽ എട്ടുവീട്ടിൽ കുറ്റിവിള എന്ന വീട്ടുപേരിൽ തൊമ്മൻ ചാക്കോയുടെയും ഏലിയാമ്മ ചാക്കോയുടെയും 7 മക്കളിൽ 4-മനായി 1951 ആഗസ്റ്റ് 19-ാം തീയതി ജനിച്ചു. തൻ്റെ 5-ാമത്തെ വയസ്സിൽ നെടുമ്പന ഗവൺമെൻറ് LP സ്കൂളിൽ 1 മുതൽ 4 വരെയും ഇതിനോട് ചേർന്നുള്ള UPS നെടുമ്പനയിൽ 5 മുതൽ 7-ാം ക്ലാസ് വരെ പഠിച്ചു. ഇന്നും താൻ കുട്ടിക്കാലത്ത് ഓടിക്കളിച്ച മണ്ണും മൈതാനവും കാണുമ്പോൾ ഒരുപാട് കഥകൾ ഓർമ്മിച്ചു പോകുന്നു. പ്രത്യേകിച്ച് തൻ്റെ സഹപാഠിയെ നേരിൽ കാണുക കൂടി ചെയ്തപ്പോൾ. ഒരേ ക്ലാസ്സിൽ അടുത്തടുത്തിരുന്ന് ഒരേ ബെഞ്ചിലാണ്. ഞാൻ ഫസ്റ്റിൽ ബാബു, സെക്കൻഡ് ഇന്നോടെ അമ്പിളി,
വിശ്വാദ്, അതെ നാലാമത് ഞാൻ, അഞ്ചാമത് മാമച്ചൻ, ആറാമത് നമ്മൾ അബ്ദുൽ ബഷീർ. അതെ അതെ. അതിനുശേഷം ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനായി കുണ്ടറയിലുള്ള MGD സ്കൂളിൽ ചേർന്നു. സ്കൂൾ വിദ്യാഭ്യാസം 8 കിലോമീറ്റർ യാത്ര ചെയ്ത് പോവുകയാണ് നടത്തിയത്. കുണ്ടറ പ്രശസ്തമായ MGD സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ മിക്കപ്പോഴും അന്ന് ഗൾഫിൽ നിന്ന് മടങ്ങി വന്ന് സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട നിലയിൽ ആയിരുന്ന ഒരു പിതാവ് എന്നെ അദ്ദേഹത്തിൻ്റെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുമായിരുന്നു. മുഴുകുടിയനായ അദ്ദേഹത്തിന് ജനിച്ച 5 മക്കളും ലഹരിയിലാണ് ജനിച്ചത്. ആ 5 മക്കളുടെ കഥ ഇന്ന് തന്നെ വേദനിപ്പിക്കുന്നതാണ്. 2 ആൺകുട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. 3 പേർ എങ്ങും എത്താതെ ഒരു കുടുംബജീവിതം പോലും ഇല്ലാതെ ഇവിടെ ഉണ്ട്. ലഹരി ഒരാളുടെ ജീവിതത്തിൽ വരുത്തി വയ്ക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം ഏറ്റുവാങ്ങിയ ആളാണ്. അതാണ് മാറണം, ആ നന്മയിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരണമെന്നുള്ളതാണ്. പ്രീ ഡിഗ്രി മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള പഠനം തികച്ചും വ്യത്യസ്തമായി. ഞാൻ റിയ മരിയ ബിജു. ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ബഹുമാന്യനായ മാമച്ചൻ സാറിൽ നിന്നും അല്പം കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. സാറിന് കോളേജിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ടും സാറ് വീട്ടിലിരുന്നാണ് കോളേജിലെ സ്റ്റഡീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തത്. അതിന് പ്രചോദനമായിട്ടുള്ള എന്താണെന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ സ്റ്റുഡൻസിന് ഒന്ന് ട്രൈ ചെയ്യാനാണ്. മാനേജ്മെന്റ് കോട്ടായിൽ 500 രൂപ കൊടുത്താൽ മാത്രമേ ഒരു അഡ്മിഷൻ തരപ്പെടുകയുള്ളായിരുന്നു. വീട്ടുകാരത് കൊടുക്കാനും തയ്യാറായിരുന്നു. എന്നാൽ അങ്ങനെ പണം കൊടുത്ത് പഠിക്കുന്നതിൽ എനിക്ക് ശേഷം താല്പര്യമില്ലായിരുന്നു. 1 കൈക്കൂലിക്കെതിരെയുള്ള എൻ്റെ പ്രതിഷേധവും 2 സ്വയം പര്യാപ്തമാവുക എന്ന എൻ്റെ ആശയവുമാണ്. കാർഷിക കുടുംബത്തിലെ ഒരു അംഗമെന്ന നിലയിൽ വളരെയധികം ക്ലേശങ്ങളോടുകൂടിയൊക്കെയാണ് കുട്ടിക്കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമൊക്കെ ചെയ്തത്. എന്നാൽ എൻ്റെ അപ്പർ പ്രൈമറി ക്ലാസ് മുതൽ വിദ്യാഭ്യാസം സ്വതന്ത്രമാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. വീട്ടിൽ നിന്നുള്ള സാമ്പത്തികം ഇല്ലാതെ തന്നെ എങ്ങനെ വിദ്യാഭ്യാസം നിർവഹിക്കാമെന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു എൻ്റെ ജീവിതം. ചുറ്റുവട്ടത്തുള്ള ഭവനങ്ങളിൽ നിന്നും വൈകുന്നേരമുള്ള ചന്തകളിൽ നിന്നും കോഴിമുട്ട ശേഖരിച്ച് മൊത്തക്കച്ചവടക്കാർക്ക് കൊണ്ടുപോയി ആഴ്ചയിൽ 1 കൊടുക്കുന്ന ഒരു ജോലിയാണ് ചെയ്തത്. അതിൽ നിന്ന് കിട്ടിയ സമ്പാദ്യം കൊണ്ടാണ് ഞാൻ അപ്പർ പ്രൈമറി ക്ലാസ് മുതൽ വിദ്യാഭ്യാസം ചെയ്തത്. സ്വയമായി പഠിച്ച് MAക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ വിജയിക്കുവാൻ കഴിഞ്ഞു എന്നത് ഇന്നത്തെ തലമുറയ്ക്കൊരു പ്രചോദനമാണ്. പഠനത്തിനു ശേഷം തന്റെ യൗവനത്തിൽ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും തേടിയുള്ള യാത്ര. ആയിരത്തി 1974 കോട്ടയത്തുള്ള മാങ്ങാനം ക്രൈസ്തവാശ്രമത്തിൽ എത്തിച്ചേർന്നു. ആശ്രമത്തിൽ താമസിക്കുമ്പോൾ തന്നെ 74 ബസ് ചാർജ് വർധനയ്ക്കെതിരെ ഒരു വലിയ സമരത്തിന് നേതൃത്വം നൽകി. സമൂഹത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ അങ്ങനെ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരുപക്ഷെ ആ അറസ്റ്റ് പിന്നീടുള്ള പോരാട്ടങ്ങൾക്ക് കൂടുതൽ കരുത്തു നൽകി. മദ്യം വിറ്റ് ഭരിക്കും സർക്കാർ ഈ കേരള നാടിന്റെ. 1974 ഡിസംബറിൽ KSRTCയിൽ തിരുവനന്തപുരം ഡിപ്പോയിൽ ജോലി ലഭിച്ചു. ആശ്രമത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന കാലം മുതൽ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആശയങ്ങളും ചിന്തകളും കലയായി
നാടകമായി സൃഷ്ടിക്കപ്പെട്ടു. 1976 ഈ ഭൂമി ആരുടെയും സ്വന്തമല്ല എന്ന പേരിൽ ഒരു നാടകം രചിച്ച് സംവിധാനം ചെയ്തു. നിരവധി വേദികളിൽ അത് അവതരിപ്പിക്കപ്പെട്ടു. പക്ഷേ തൻ്റെ മേഖല അതൊന്നുമല്ല എന്ന തിരിച്ചറിവ് 1980 തിരുവല്ല മാർത്തോമ കോളേജിൽ മലയാളം അധ്യാപകനായി. അവിടെ ധാരാളം ശിഷ്യസമ്പത്തും സൗഹൃദങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. അവരെല്ലാം ഇന്നും അഭിമാനത്തോടെ ആദരവോടെ സ്മരിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറി പ്രൊഫസർ സി മാമച്ചൻ. കോളേജിന്റെ വിശാലമായ ലൈബ്രറി തന്റെ വായനയ്ക്കും സാഹിത്യ സാംസ്കാരിക വികാസത്തിനും വഴിതെളിച്ചു. ഒടുവിൽ 2007 മലയാള വിഭാഗം മേധാവിയായി വിരമിച്ച് കോളേജിന്റെ പടിയിറങ്ങി. ആയിരത്തി 1997 തന്റെ പിതാവും 2007 തന്റെ മാതാവും ഈ ലോകത്തോട് വിട പറഞ്ഞു. മുഖത്തല മാർത്തോമ പള്ളിയിൽ അവർ അന്തിവിശ്രമം കൊള്ളുന്നു. പോസ്റ്റ് മാസ്റ്ററായിരുന്ന കൊച്ചുപുരയ്ക്കൽ KC തോമസിന്റെയും മേരിക്കുട്ടി തോമസിന്റെയും 5 മക്കളിൽ ഏക മകളും CMS കോളേജിൽ അധ്യാപികയുമായിരുന്ന ആലീസ് കെ തോമസിനെ 1982 ഏപ്രിൽ 26 സി മാമച്ചൻ വിവാഹം ചെയ്തു. മൺവാസികളെ സന്തോഷിപ്പിച്ചോ. 1982 ഏപ്രിൽ മാസം 26 മുഖത്തല മാർത്തോമ പള്ളിയിൽ വെച്ച് ഞങ്ങൾ കൈകോർത്തു. ഞങ്ങൾക്ക് 83 ജൂൺ 11 ഒരു ആൺകുട്ടി ജനിച്ചു. എൻ്റെ പേര് പ്രതീഷ്. ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്. എൻ്റെ ഭാര്യ നിത്യ കോട്ടയത്ത് BCM കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ പഠിപ്പിക്കുന്നു. എനിക്കൊരു മകളാണ് ഉള്ളത്, സബര്യ ബേക്കർ വിദ്യാഭ്യാസം. കുട്ടിക്കാലം തൊട്ടേ വ്യത്യസ്തങ്ങളായ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരാളായിട്ടാണ് എൻ്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ട്രാഡ ഉണ്ടായിരുന്നു, ഇവിടെ മോചനം ഉണ്ടായി. എന്നാൽ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു ഇടപെടലാണ് ഈ കൂട്ടത്തിൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പ്രകടമായ ഒരു ഇത് ഞാൻ കണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരു അപകടം പറ്റിയപ്പോൾ എല്ലാവരും വന്ന് സഹായിക്കുന്ന ഒരു കൈത്താങ്ങലിൻ്റെ ഒരു അവസ്ഥ കാണുന്നു. അതിനുശേഷം 2018 പ്രളയത്തിൽ ഇവരെല്ലാവരും അങ്ങോട്ട് ഇടപെട്ട് ചേർന്ന് പല സ്ഥലങ്ങളിൽ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഒരവസ്ഥ കാണുമ്പോഴാണ്, ഇതിനിടയ്ക്ക് ആളുകളൊക്കെ തെറ്റിപ്പോകുന്നുണ്ട് എനിക്ക്. പക്ഷെ തെറ്റിപ്പോയവരെ വീണ്ടും ചേർത്തിണയ്ക്കുന്ന ഒരു ഉത്തരവാദിത്വത്തിൻ്റെ, ഒരു കൂട്ടായ്മയുടെ, ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒക്കെ ഒരു ആഴം യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നത് ഈ പ്രവർത്തനങ്ങളിലൂടെ. ഞാൻ കല്യാണത്തിന് ശേഷം ഇവിടെ വന്നിട്ട്
അച്ഛയെ ഞാനങ്ങനെ വീട്ടിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ രാവിലെ ഞങ്ങളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുന്നേ അച്ഛൻ എഴുതി. പക്ഷെ ഞങ്ങൾ എഴുന്നേറ്റ് വരുമ്പം കാണുന്ന കാഴ്ച അച്ഛൻ ആ മുറിയിൽ ഇരുന്ന് എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രംഗമാണ്. അതിനുശേഷം പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ കാണത്തില്ല. പിന്നെ ഞങ്ങൾ കാണുന്നതൊരു 8, 8:45, 9 ആകുമ്പം അച്ഛൻ തിരിച്ച് വരുന്നതാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീനുള്ള ആ സമയം അച്ഛൻ ഏതെങ്കിലും ഒരു മദ്യപാനിയുടെ വീട്ടിൽ പോവുകയും അദ്ദേഹത്തെ കാണുകയും ആ വീട്ടുകാരെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇന്നിപ്പം 70 വയസ്സിന് മുകളിലായെങ്കിലും അച്ഛൻ ഒരിക്കലും വീട്ടിൽ ഇരുന്ന് കണ്ടിട്ടില്ല. വീട്ടിലുണ്ടെങ്കിൽ തന്നെ അച്ഛൻ പറമ്പിൽ ഇറങ്ങിപ്പോയി കൃഷി ചെയ്യും. അപ്പോൾ ഇങ്ങനെ കർമ്മനിരതനായ ഒരു കനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഒരിക്കലും അച്ഛൻ ഇരുന്ന് കണ്ടിട്ടേ ഇല്ല. ഇനി മുന്നോട്ടാണെങ്കിലും അച്ഛൻ ഇതിനേക്കാളും വളരെ ശക്തിയേറിയ രീതിയിൽ ഈ പ്രസ്ഥാനത്തോടും അതുപോലെ തന്നെ അച്ഛയുടെ കൺവിക്ഷനിൽ തന്നെ നിലനിന്നുകൊണ്ടും പ്രവർത്തിക്കണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. എൻ്റെ പേര് സബരിയ എൻ പ്രതീഷാണ്. ഞാൻ ബേക്കർ വിദ്യാപീഠ് പഠിക്കുന്നത്. അപ്പച്ചൻ എന്നെ പഠിപ്പിച്ച ഒരു ചെറിയ പാട്ടാണ് ഞാൻ ഇന്ന് പാടാൻ പോകുന്നത്. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി കാക്കും ശക്തിയും നീയല്ലോ. ബൈ. എൻ്റെ മകള് 1986 ഓഗസ്റ്റ് 2 എൻ്റെ പേര് ഗായത്രി മാമൻ. ഞാൻ കുടുംബമായിട്ട് ഗുവാഹട്ടിയിൽ താമസിക്കുന്നു. എൻ്റെ ഭർത്താവ് IIT ഗുവാഹട്ടിയിലെ ഒരു അധ്യാപകനാണ്. എനിക്ക് 2 മക്കൾ, സിദ്ധാർത്ഥ് 8 വയസ്സ്, സമീറ 3 വയസ്സ്. ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. എൻ്റെ പ്രൈവറ്റ് പ്രാക്ടീസിനോടൊപ്പം ലൈംഗിക അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരയായ കൗമാരക്കാരായ പെൺകുട്ടികളെ പുനരധിവസിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലും ഞാൻ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. നല്ല ജീവിത ദർശനവും മൂല്യങ്ങളും ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായി. മദ്യമുക്തിയിലെ അച്ഛയുടെ വർക്കൊരു കൊടുങ്കാറ്റാണെങ്കിൽ അതിലെ ഒരു സോഫ്റ്റ് ടച്ച് എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. അമ്മ മദ്യത്തിൽ നിന്ന് വിമുക്തരായവരുടെ ഭാര്യമാരെയും അമ്മമാരെയും ഒക്കെ കാണുകയും സംസാരിക്കുകയും അവർക്കൊരു കൂട്ടായി നിൽക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിനോടൊപ്പവും അതുപോലെ അടുത്തുള്ള ഒരു ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികളുടെ മെൻറ്ററായും ഒക്കെ അമ്മ പല രീതികളിൽ അവരെല്ലാം സഹായിക്കുന്നു. അതിലെല്ലാം സജീവമാണ്. അവരെ കണ്ടു വളരാനും അവരോടൊപ്പം വളരാനും ദൈവം എനിക്ക് അവസരം തന്നു എന്നുള്ളതിൽ ഞാൻ കൃതാർത്ഥയാണ്. അങ്ങയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളതായി തോന്നി. അങ്ങേക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അമേരിക്കൻ പ്രസിഡന്റ് മുമ്പത്തെ ബാരക് ഒബാമ സ്കൂൾ കുട്ടികളെ കാണാനായി ഒരു വലിയ അസംബ്ലി വിളിച്ചു കൂട്ടി. കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ മിടുക്കനായ ഒരു കുട്ടി, മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ മഹാന്മാരിൽ ആരോടൊപ്പമാണ് അങ്ങേക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനുള്ള താല്പര്യം? എനിക്ക് ഗാന്ധിജിയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനാണ് താല്പര്യം. ആർത്തിയില്ലാത്തൊരു മനുഷ്യൻ, അല്പം കൊണ്ട് സന്തോഷിക്കുന്നൊരു മനുഷ്യൻ, ആ തൃപ്തിയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഒരിക്കൽ രാത്രി ബിർള ഹൗസിലെ ചർച്ചകൾക്ക് ശേഷം ഉറങ്ങാൻ കിടന്ന ഗാന്ധിജിയും നെഹ്റു, നേരത്തെ ഉണർന്ന ഗാന്ധിജി മുഖം കഴുകാനായിട്ട് ഒരു വാൽക്കിണ്ടിയിൽ വെള്ളവും എടുത്തുകൊണ്ട് അദ്ദേഹം ഇരുന്നപ്പോൾ നെഹ്റു അകത്തു നിന്ന് ഇറങ്ങി വന്ന് ചോദിച്ചു, ഹേ മഹാത്മൻ, എന്താണ് ഈ ലുബ്ധ കാണിക്കുന്നത്? ഗംഗയിൽ വെള്ളമില്ലേ? ഗാന്ധിജി പറഞ്ഞു, ഗംഗയിൽ വെള്ളം ഉണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് ഇത്രയും അവകാശപ്പെട്ടതുള്ളൂ. ഉണ്ട്, പക്ഷെ എനിക്ക് വേണ്ട. ഗാന്ധിജിയെ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അല്പം കൊണ്ട് ആനന്ദിക്കുന്ന മനുഷ്യൻ എന്ന നിലയിലാണ്. ചെറുപ്പം മുതൽ ഒരു ഗാന്ധിയനായി ജീവിച്ച ശ്രീ മാമച്ചൻ സാർ ആർഭാടങ്ങളില്ലാത്ത ലളിത ജീവിതം നയിച്ചു. തൻ്റെ അധ്വാനത്തിൻ്റെ പങ്ക് സഹജീവികൾക്കായി പങ്കുവച്ചു. 700 ദിവസം നീണ്ടുനിന്ന കളക്ടറേറ്റിലെ മദ്യവിരുദ്ധ സമരം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തകരില്ലേ തകരില്ലേ കുടുംബഭാഗം തകരില്ലേ, കർമ്മശേഷി തകരില്ലേ, ലക്ഷം ലക്ഷം ഭവനങ്ങൾ
മദ്യം മൂലം മുടിയുമ്പോൾ മദ്യം വിറ്റ് ഭരിക്കും സർക്കാർ. ഈ കേരളനാടിന്റെ അപമാനം. സർക്കാരിൻ്റെ നയപരിപാടികൾക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന് സ്വയം സജ്ജമാവുകയായിരുന്നു. 2007 ഞാൻ കോളേജ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഞാൻ താമസിക്കുന്നത് മുണ്ടകപ്പാടം മന്ദിരത്തിനും ആശുപത്രിക്കും ഇടയിലുള്ള സ്ഥലത്താണ്. ഇതിൻ്റെ ചുറ്റുവട്ടത്തായി 2007 2 കള്ള് ഷാപ്പുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് വന്നു. ആ ഷാപ്പുകൾക്കെതിരെ 140 60 ദിവസം സമരം ചെയ്യുകയും ആ 2 ഷാപ്പുകളും വ്യത്യസ്ത കാരണങ്ങളാൽ അടപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് കോട്ടയത്തും ഈ കളക്ടറേറ്റിന് മുമ്പിൽ കാണുന്ന പടിഞ്ഞാറേക്കര ബസ് സ്റ്റോപ്പിന് അപ്പുറത്തായിട്ട് ഒരു സത്യഗ്രഹ പരമ്പര ആരംഭിച്ചു. 700 ദിവസത്തിന് ശേഷം 2011 ഓഗസ്റ്റ് 15 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഒരു ഉറപ്പിന്മേലാണ് അന്നത്തെ സമരം പിൻവലിച്ചത്. കോട്ടയം കളക്ടറേറ്റിന് മുമ്പിലെ സമരത്തിന് ശേഷം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സത്യഗ്രഹത്തിനായി പോയി 123 ദിവസം അവിടെ സത്യഗ്രഹം അനുഷ്ഠിച്ചു. ആ സത്യഗ്രഹത്തിൻ്റെ അന്ത്യത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ തെക്കേ നട മുതൽ വടക്കേ നട വരെ നട്ടുച്ചയ്ക്ക് മെയിൻ റോഡിലൂടെ ഉരുളേണ്ടി വന്നു. ഉരുണ്ട വേദനകളും പരുക്കുകളുമൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്. എന്നോടൊപ്പം ഉരുണ്ട പല ആളുകളുമില്ല. കോഴിക്കോട്ട് നിന്ന് വന്ന ഒരു സഹോദരിയെ ഞാൻ ഓർക്കുന്നു. എൻ്റെ കൗമാര യൗവന കാലഘട്ടത്തെ ഏറ്റവും സ്വാധീനിച്ച ഒരാൾ പ്രിയപ്പെട്ട MP മന്മഥൻ സാറാണ്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ കേരളത്തിൽ കത്തിക്കയറിയ ഒരു മനുഷ്യനും സാഹസികമായ ജീവിതം നയിച്ച ഒരാളുമാണ്. MG കോളേജ് തിരുവനന്തപുരത്തെ ഒരു പ്രിൻസിപ്പൽ ആയിരുന്നിട്ടും ആ ജോലി വേണ്ടെന്ന് വെച്ച് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ തെരുവുകൾ തോറും സഞ്ചരിക്കാനും സത്യഗ്രഹത്തിനും അഴിമാവ് സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളിലും പങ്കെടുത്ത ആളാണ്. അതുപോലെ വർഗീസ് മുഴുത്തേറ്റ് എന്ന് പറയുന്ന കത്തോലിക്ക സഭയിലെ പുരോഹിതൻ, തെരുവിലെ പട്ടക്കാരൻ എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടും ഉറങ്ങിയും തെരുവുകളിൽ ജീവിക്കുവാനായിട്ട് അനേക വർഷങ്ങൾ കഴിഞ്ഞു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇവർ രണ്ടുപേരും മൺമറഞ്ഞു എന്നത് വേറെ ദുഃഖത്തോടുകൂടി ഓർക്കുന്നു. അതുപോലെ തന്നെയാണ് സമരത്തിൽ പങ്കാളികളായിരുന്ന 2 സജീവ സാന്നിധ്യങ്ങൾ ഈ ജീവിതത്തോട് യാത്ര പറഞ്ഞു. അത് ബസേലിയസ് കോളേജിലെ മലയാള വിഭാഗത്തിൻ്റെ തലവനായിരുന്ന പ്രൊഫസർ TT കുര്യാക്കോസും MG സ്കൂളിലെ അധ്യാപകനും കോട്ടയത്തെ ഒറ്റയാൾ പട്ടാളം എന്നറിയപ്പെടുന്ന TG ശമുവൽ സാറിൻ്റെയും തിരോധാനമാണ് ഇപ്പോൾ നൊമ്പരപ്പെടുത്തുന്നത്. എന്നാൽ 19 ബാറുകളിലേക്ക് ഉമ്മൻചാണ്ടി സർക്കാർ മദ്യ വ്യാപന നയം ചുരുക്കിയെങ്കിലും ഇന്നത് 900-ലധികമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇങ്ങനെ സർക്കാരുകൾ നയം മാറുമ്പോൾ ആറാണത്ത് പ്രാന്തൻ ഉരുട്ടിക്കയറ്റിയ കല്ല് ചവിട്ടിയിടുന്നത് പോലെ മദ്യവിരുദ്ധ പ്രവർത്തകരുടെ നെഞ്ചിൽ ചവിട്ടിയാണ് പുതിയ തീരുമാനങ്ങളൊക്കെ സർക്കാരുകൾ എടുക്കുന്നത് എന്നതിനാൽ ഈ രംഗത്ത് സർക്കാരിനോട് പ്രതിരോധിച്ചധികം നിൽക്കാനായിട്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആളാമ്പ്രതി വേല. ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ നേരിൽ കണ്ട് അവരോടൊരു സൗഹൃദം സ്ഥാപിച്ച് അവരുടെ വീട്ടിലെ നിത്യസന്ദർശകനായി അവരെ അതിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് മദ്യമുക്തി എന്നു പേരായ ഒരു സംഘം ആരംഭിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം ആൻറ്റിയോടാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായി വിവാഹിതയായി വന്ന ഒരാളാണ് ആൻറ്റി. പക്ഷേ എങ്ങനെയാണ് സാറിൻ്റെ സിമ്പിൾ ലൈഫായിട്ട് ആൻറ്റിക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞത്? സിമ്പിൾ ലൈഫ്
എന്നുള്ളത് ആദ്യമൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിലും ഞാനും MSc കഴിഞ്ഞപ്പോൾ തൊട്ട് സ്വന്തമായിട്ട് പഠിച്ചു നിന്നതുകൊണ്ട് സിമ്പിളായിട്ട് നിൽക്കാൻ കഴിയുമെന്ന് എൻ്റെ ഹോസ്റ്റൽ ലൈഫൊക്കെ എനിക്ക് മനസ്സിലാക്കി. വീട് വെക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിച്ച് പറഞ്ഞു. എൻ്റെ മനസ്സിലൊരു കാൽക്കുലേഷനുണ്ട്, ഇതൊരു ചെറിയ വീട്, അതിനപ്പുറം വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് റെൻറ്റഡ് ഹൗസിൽ താമസിച്ചാൽ മതി. അദ്ദേഹം വളരെ ലളിതമായി തന്നെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് തീരുമാനത്തിലാണ്. ഈ കൊച്ചു വീടാണെങ്കിലും ഇതിനൊരു എക്സ്റ്റൻഷൻ വരുത്തേണ്ടി വന്നു. അത് ഞങ്ങളോടൊപ്പം 8 വർഷം ബന്ധു താമസിക്കേണ്ടി വന്നു. 30 വർഷം വിദേശത്ത് ജോലി ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് വിട്ടപ്പോൾ ഇവിടെ ചേർക്കേണ്ടി വന്നു. അപ്പോൾ തീരുമാനിച്ചെന്ന ഒരു മുറി എക്സ്റ്റൻഷൻ, അങ്ങനെയാണ് പുറത്ത് ഒരു മുറിയുടെ ഈ വീടിനോട് കൂട്ടിച്ചേർത്തത്. ആൻറ്റിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് 2 വാക്ക് പറയാമോ? മദ്യമുക്തി പ്രവർത്തനം തുടങ്ങിയപ്പോൾ വീടുകളിൽ പോയിട്ട് മദ്യമുക്തരെ കാണുവാനായിട്ട് ഞങ്ങൾ രണ്ടും കൂടാണ് പോയിക്കൊണ്ടിരുന്നത്. കോവിഡ് വന്നപ്പോൾ മുതൽ ഞങ്ങൾ ഓൺലൈനിൽ തുടങ്ങി വെച്ചു. കേരളത്തിൽ നിന്ന് പുറത്തു പോയവരൊക്കെ ആഗ്രഹിച്ചു. അതുകൊണ്ട് അത് ഇന്നും കണ്ടിന്യൂ ചെയ്യാനായിട്ട് റെഡിയാണ്. അത് വൈകിട്ട് 6:30 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതോടൊപ്പം ഞാൻ 2001 മുതൽ ഇവിടെ അടുത്തൊരു അഗതി മന്ദിരമാണ്. ആ മന്ദിരത്തിൽ കുറച്ച് കുഞ്ഞുങ്ങളെ വളർത്തും. അപ്പോൾ അതിനെ അവിടെ വളർത്തുന്ന കുഞ്ഞുങ്ങളുടെ ഒരു ചാർജ്, അവരുടെ നോട്ടം ഒരു സൂപ്രണ്ടായിട്ട്, അതോടൊപ്പം തന്നെ മന്ദിരത്തിൻ്റെതായിട്ട് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, ആവശ്യമുള്ളവർക്ക് സഹായം കൊടുക്കുകയും ആഹാരമാണെങ്കിൽ ആഹാരം, മരുന്നാണെങ്കിൽ മരുന്ന്, അത് ഹോസ്പിറ്റലൈസ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി സഹായം ചെയ്യുക, പറയുക, അവരുടെ സംധാരണം എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കുന്നത്.